ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ രാവിലെ എണീറ്റ ഫസ്റ്റ് ഞാൻ എൻ്റെ ബാൽക്കണിയിൽ വന്ന് നോക്കും ഇന്നത്തെ ക്ലൈമറ്റ് എന്താണ്. അത് കഴിഞ്ഞിട്ടാണ് കിച്ചണിലേക്ക് കയറുന്നത്. രാവിലെ നമുക്ക് ചായയൊക്കെ വേഗം റെഡിയാക്കണം. മോനെ പറഞ്ഞയക്കാനുള്ളതാണ് സ്കൂളിലേക്ക്. അപ്പോൾ 7:30 ആകുമ്പോൾ അവൻ്റെ ബസ് വരും. അതിന് മുന്നേ അവന് ചായ, ചോറ്, അപ്പോൾ അതൊക്കെ ആക്കണം. അപ്പോൾ നമുക്കതൊന്ന് റെഡിയാക്കി അവനെ ഒന്ന് പറഞ്ഞയക്കാം സ്കൂളിലേക്ക്. വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും.
അപ്പോൾ ഇതാ റെഡിയായി. ഞങ്ങൾ മോനെ പറഞ്ഞയക്കാൻ വേണ്ടി പോവാണ്. ഷൂ പോളിഷ് ചെയ്യുന്നുണ്ട്. ഇത് പുതിയ പോളിഷ് ആയതുകൊണ്ടാട്ടോ അവൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ പണി എൻ്റെ തന്നെയാണ്. അപ്പോൾ ഇതാ പെട്ടെന്ന് നോക്കുമ്പോൾ ഇവനിത് അവിടെ എണീക്കാൻ റെഡിയായി നിൽക്കുന്നു. അപ്പോൾ സ്കൂളിൽ പറഞ്ഞു വിടാന്ന് പറഞ്ഞു വേഗം ഇറങ്ങി വന്നു. സാധാരണ ഈ നേരത്തെ എണീക്കാറില്ല. സ്കൂളിൽ പറഞ്ഞു വിട്ട് തിരിച്ചു വരുമ്പോഴാണ് അവൻ എണീക്കാറ്. സാധാരണ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ രണ്ടാളും കൂടെ കിടക്കുമ്പോൾ ലേറ്റായിട്ട് എണീക്കാറുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ ഒറ്റയ്ക്കായതുകൊണ്ട് അത് തോന്നുന്നുണ്ടാവാൻ നേരത്തെ എണീറ്റ് വന്നു. ഹസ്ബൻഡ് നാട്ടിൽ പോയതാണ്. അപ്പോൾ നമുക്ക് മോനെ പറഞ്ഞു വെച്ചിട്ട് വരാം. ബസ് വരാൻ സമയമായി. അപ്പോൾ ഞങ്ങൾ താഴേക്ക് ഇറങ്ങുകയാണ്. ബസ് വന്ന് പറഞ്ഞു വിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇനി ഹിത്തൂനും എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം ഞങ്ങളുടെ ടൈമാണ്. അപ്പോൾ അതാ മോന് ഫുഡ് കൊടുക്കുകയാണ്. ഇനി കാണുന്ന ഒരു ഒറ്റവായ കഴിപ്പ് തന്നെയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ പിന്നാലെ ഓടി നടന്ന് കൊടുക്കണം. ഇപ്പോൾ അതാണ് അവസ്ഥ. വീഡിയോയിലൊക്കെ കാണുമ്പോൾ അവൻ നല്ല ഡീസൻ്റ് ആയിട്ടിരുന്ന് കഴിക്കും. അത് ആ ഒരു വായ മാത്രമേ ഡീസൻ്റ് ആയിട്ട് കഴിക്കാറുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നൊക്കെ അബദ്ധമാണ്. അപ്പോൾ അവൻ കഴിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പ്ലേറ്റിൽ തന്നെ ഞാനും ഒന്ന് കഴിക്കും. അപ്പോൾ അത് എല്ലാ അമ്മമാരും ഏകദേശം അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. എന്നിട്ട് പിന്നെ കുറച്ചു നേരം അവൻ്റെ കൂടെ ഇരുന്ന് സംസാരിച്ചു കളിച്ചു അങ്ങനെയൊക്കെ ഇരുന്നിട്ടാണ് പിന്നെ ഞാൻ എൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കുന്നത്. അപ്പോൾ എൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞതേ ഇപ്പോൾ ഈ യൂട്യൂബ് തന്നെയാണ് എൻ്റെ കാര്യങ്ങൾ. അതായത് യൂട്യൂബിൽ വീഡിയോ ഇടുന്നതിനെ പറ്റി ഇരുന്ന് പഠിക്കുക, ഓരോ ട്യൂട്ടോറിയൽ കാണുക, വീഡിയോസ് കാണുക, എങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യണ്ട, എന്തൊക്കെ ആഡ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്കിതിൽ പഠിക്കാൻ. അപ്പോൾ ഏതൊരു പുതിയ യൂട്യൂബർക്കും പെട്ടെന്ന് മനസ്സിലാവും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്, എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്. ഞാനെല്ലാം എൻ്റെ ബുക്കിൽ നോട്ട് ചെയ്യും. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇടയ്ക്ക് മോനെ കാണാതാവുമ്പോൾ ഇങ്ങനെയൊക്കെ വന്നു നോക്കും. അപ്പോൾ അതൊക്കെ ആയിരിക്കും അവസ്ഥ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കളികൾ. ഇതൊക്കെ കുറച്ചു നേരം കാണും, പിന്നെ അവിടെ പോയി ഇരുന്ന് എൻ്റെ പണികൾ ഞാൻ എടുക്കും. പിന്നെ വേസ്റ്റ് ഒക്കെ പുറത്ത് കൊണ്ടുപോയി വെക്കണം കേട്ടോ, എന്നാലേ അവരെടുത്തിട്ട് പോവുള്ളൂ. അപ്പോൾ അതൊക്കെ കൊണ്ടുപോയിക്കുന്ന സമയത്ത് പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല മഴക്കാറുണ്ട്. അപ്പോൾ അലക്കാനുള്ളതൊക്കെ ഇട്ടു. ആ സമയത്ത് തന്നെ വീണ്ടും ലാപ്പിൻ്റെ മുന്നിലേക്ക്, സാധാരണ ലാപ്പിൻ്റെ മുന്നിലിരിക്കുമ്പോൾ ഫോണും കയ്യിലുണ്ടാവാറുണ്ട്. ഇത് ഫോണിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി വെച്ച കാരണം ഫോണില്ല കയ്യിൽ. മറ്റേത് ഫോണിലും എന്തെങ്കിലുമൊക്കെ റീഡ് ചെയ്തിരിക്കും. നോവൽസിൻ്റെ ഒക്കെ ഓരോ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോരോന്ന് റീഡ് ചെയ്യും. പിന്നെയും ബോറടിക്കുമ്പോൾ അടുത്ത യൂട്യൂബിലേക്ക് കയറും. യൂട്യൂബിൽ ബോറടിക്കുമ്പോൾ വീണ്ടും വായിക്കാൻ ഇറങ്ങും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ദിവസങ്ങൾ തീരുന്നത്. പിന്നെ ഫുഡ് കഴിക്കാനാകുമ്പോൾ ഉച്ചക്കത്തേക്കുള്ള റെഡിയാക്കണ്ടേ, ഞാൻ റെഡിയാക്കിയാലല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു സമയമാകുമ്പോൾ അങ്ങോട്ടേക്ക് നീങ്ങും, ഉച്ചക്കത്തേക്കുള്ള റെഡിയാക്കും.
അപ്പോൾ ഉച്ചക്കത്തേക്ക് എന്താ ഞാൻ ഉണ്ടാക്കിയെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലേ. അപ്പോൾ ഞാൻ ലെമൺ റൈസ് ആട്ടോ ഉണ്ടാക്കിയത്. ഞാനും മക്കളും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് പരിപാടി മാത്രം ചെയ്യും. അപ്പോൾ ഇതാണ് എൻ്റെ ലെമൺ റൈസ്. അപ്പോൾ ഫുഡ് റെഡി ആയിട്ട് ഉണ്ട്. അപ്പം ഇനി മോനെ ഒന്ന് ഉറക്കണം. ഇന്ന് രാവിലെ നേരത്തെ എണീറ്റ കാരണം അവനൊന്ന് നല്ല ഉറക്കണം. അപ്പോൾ അതിനുള്ള പരിപാടികൾ നോക്കുകയാണ്. അപ്പോൾ ഇതാ അവനിതാ ഉറങ്ങി. ഇനി എൻ്റെ അടുത്ത പരിപാടികളിലേക്ക് ഞാൻ പോവുകയാണ്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഇനി ഫുഡ് കഴിക്കുക, പിന്നെയും സിസ്റ്റത്തിൻ്റെ മുന്നിലേക്ക് ഇരിക്കുക. അതുതന്നെയാണ് അടുത്ത പരിപാടി. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവൂലേ ഞാൻ എന്താ ഈ സിസ്റ്റത്തിൽ ഇത്ര നേരം ചെയ്യുന്നതെന്ന്. അപ്പോളേ എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും എടുക്കുന്നതും സൗണ്ട് കൊടുക്കുന്നതും എല്ലാം ചെയ്യുന്ന ഞാനാണ് കേട്ടോ. എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ല കേട്ടോ. അപ്പോൾ ഈ വർക്കൊക്കെ ചെയ്യുന്നത് ഞാനാണ്. പിന്നെ ഈ ഓണത്തിൻ്റെ ഒരാഴ്ച കുറച്ച് ബിസിയാണ് കല്യാണമൊക്കെ ആയിട്ട്. അപ്പോൾ ആ ഒരാഴ്ചക്കുള്ള വീഡിയോസ് എല്ലാം ഞാൻ ഇപ്പോഴേ ഷെഡ്യൂൾ ചെയ്തിട്ടിട്ട് ആണ് പോകുന്നത്. അതാണ് കേട്ടോ ഇത്ര നേരമൊക്കെ സിസ്റ്റത്തിന് മുന്നിലിരിക്കുന്നത്. അല്ലാതെ ഞാൻ ഇത്ര നേരം ഒന്നും ഇരിക്കാറില്ലേ. അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുമ്പോഴാണ് പുറത്തെ സൗണ്ട് ഇങ്ങനെ ശ്രദ്ധിച്ച്. അപ്പോൾ പുറത്ത് നോക്കുമ്പോൾ നല്ല മഴയാണ്, നല്ല കാറ്റും മഴയും. നല്ല പോലെ മഴ ചെയ്യുന്നുണ്ട്. വീഡിയോയിൽ കാണാൻ പറ്റാനായിട്ടാണ്. നല്ല കാറ്റും ഉണ്ട്. വെള്ളം ഫുള്ള് ഉള്ളിലേക്ക് കയറും. അപ്പോൾ ഞാൻ മെല്ലെ ബാൽക്കണീൻ്റെ ജനവാതിലൊക്കെ ഒന്ന് അടച്ചു. ഇവിടെ മുന്നിൽ വന്ന് നോക്കുമ്പോൾ ഫുള്ള് വെള്ളമാണ്. അപ്പോൾ മഴയത്ത് കുറിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വേണ്ടേ. അപ്പോൾ അത് കുറച്ച് മഴയും കണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ. അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ വീണ്ടും സിസ്റ്റത്തിൻ്റെ മുന്നിലേക്ക് തന്നെ ഞാൻ വീണ്ടും വന്നിരിക്കുന്നു. ഇനി ഇതപ്പോൾ മോൻ വരാനായി സമയം. അപ്പം ഇനി അവനെ നോക്കി പുറത്ത് പോയി നിൽക്കും. അപ്പോൾ അവൻ്റെ ബസ് വരുന്നുണ്ട്, അത് നോക്കി നിൽക്കും. ആ സമയത്ത് ഇതാ തൊട്ടപ്പുറത്തെ വീട്ടിലെ സൂര്യ ഞങ്ങൾ സംസാരിച്ച് അങ്ങനെ ഇരിക്കും. അങ്ങനെയാണിപ്പോൾ അതാ മോൻ്റെ ബസ്സാണ് കേട്ടോ വരുന്നത്. മോൻ വന്നു. അപ്പോൾ അവൻ തന്നെ കയറി ഉള്ളിലേക്ക് വരും. മോൻ്റെ ഫ്രണ്ടാണ് കേട്ടോ അത്, ദക്ഷ്. അപ്പോൾ അവനെ കളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവാൻ വരുന്നുണ്ട്. വരുമ്പോൾ കയ്യിലൊരു ഗിഫ്റ്റൊക്കെ ഉണ്ട്. ഈ ബർത്ത്ഡേക്ക് ഇവിടെ കൊടുക്കുന്നതാണ് റിട്ടേൺ ഗിഫ്റ്റ്. ബർത്ത്ഡേ ഉള്ള ആള് തിരിച്ച് ഫ്രണ്ട്സിന് ഗിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇത്തവണ 2 ആയിട്ടാണ് വന്നിരിക്കുന്നത്. സാധാരണ 1 ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ളതാണ് ഒരു പെൻസിലിൻ്റെ ബോക്സും കളർ പെൻസിലിൻ്റെ ക്രയോൺസിൻ്റെ ബോക്സും പിന്നെ ചോക്ലേറ്റ്സും. അപ്പോൾ വന്നു കഴിഞ്ഞാൽ കുറച്ചു നേരം ഈ ഒരു കളിയാണ് രണ്ടാളും. പിന്നെ വൈകുന്നേരത്തേക്കുള്ള പരിപാടി ഞാൻ തുടങ്ങി. അവന് ഫുഡ് കൊടുക്കണം. അപ്പോൾ അവൻ ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വരും. അത് കഴിഞ്ഞ് അവന് ഫുഡ് കൊടുത്ത് അവനൊന്ന് സെറ്റാക്കി ഇരുത്തും. അവൻ കളിക്കാൻ പോവും. വീട്ടിലിരിക്കൊന്നുമില്ല. ചിലപ്പോൾ TV കണ്ടിരിക്കും. ഇന്നിപ്പോൾ കളിക്കാൻ പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ അവന് ഫുഡ് കൊടുത്തു. ഹിത്തുവിനും ഫുഡ് കൊടുക്കണം. അതൊരു ചടങ്ങാണ്. ഒരുപാട് സമയം എടുക്കും അവൻ കഴിക്കാൻ. അങ്ങനെയാണ് എൻ്റെ സമയം കുറേ പോകുന്നത്. അപ്പോൾ അവന് കഴിക്കാൻ കൊടുക്കാൻ പോവാണ്. വീട്ടിൽ ജോലി ചെയ്യുന്ന എല്ലാ സ്ത്രീകൾക്കും അറിയുന്നുണ്ടാവും ഒരു ദിവസം വീട്ടിൽ എത്ര പാത്രങ്ങൾ കഴുകാനുണ്ടാവും. നമ്മൾ എത്രയൊക്കെ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാലും നമുക്ക് കഴുകാൻ ഇഷ്ടംപോലെ പാത്രങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് കഴുകി ഒരു ദിവസം അത് തീരില്ല. നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. അപ്പൊ അടുത്ത പരിപാടിയിലേക്ക് പോവാണ്. വാഷിംഗ് മെഷീനിൽ ഇട്ട തുണിയെല്ലാം അലക്കി കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ ഇട്ടതാണ്. വൈകുന്നേരം ആവാനായി ഇത് തോരയിടാൻ. അതങ്ങനെയാണ്. ചിലപ്പോൾ രാത്രിയാവും, ലേറ്റ് ആവും.
അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ തുണിയെല്ലാം വിരിച്ചിട്ട് ഉണങ്ങിയ തുണിയെല്ലാം എടുത്ത് അത് ഫുള്ള് മടക്കി വെച്ച് അടുത്ത പണി അതാണ്. അത് കഴിഞ്ഞ് വീണ്ടും സിസ്റ്റത്തിൻ്റെ മുന്നിലേക്ക് ഇരിക്കും. വേറൊരു കാര്യം ഇപ്പോഴാണ് ഓർത്തേട്ടോ, തുണിയെല്ലാം മടക്കി വെച്ചു എന്നൊക്കെ പറയുമ്പോഴേ ചിലപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വിചാരിക്കും, ഓ ഇവളിതൊക്കെ എപ്പോഴാണ് ചെയ്യാറെന്ന്. കാരണം ചില ദിവസം മടി പിടിക്കുമ്പോൾ ഇതൊന്നും ചെയ്യാറില്ല, തുണിയെല്ലാം അവിടെ കൂട്ടിയിടും. ചിലപ്പോൾ ഹസ്ബൻഡ് വരുമ്പോഴാണ് വന്നിട്ട് മൂപ്പരാണ് ഒക്കെ ചെയ്തു തരുന്നത്, മടക്കി വെക്കുന്നത് കേട്ടോ. ചിലപ്പോൾ തോരയിടാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട്, അത് ഞാൻ വിട്ടുപോകാൻ പാടില്ല. പിന്നെ എനിക്കൊന്ന് പുറത്തു പോകണം. അപ്പോൾ ഞാൻ പാല് വാങ്ങിക്കാൻ പോവാം കേട്ടോ. ഇവിടെ ഒരു സൊസൈറ്റി ഉണ്ട് ഗവൺമെൻറ്റിൻ്റെ, അപ്പോൾ അവിടെ പോയി പാല് വാങ്ങിയിട്ട് വരും. അപ്പോൾ മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഞാൻ എന്നാൽ പാല് വാങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങുകയാണ്. നല്ല കാറ്റുണ്ട്, അപ്പോൾ പോയി പാല് വാങ്ങി വരട്ടെ. മക്കള് വീട്ടിലൊറ്റയ്ക്കാണ്, അവരെ രണ്ടുപേരെ അവിടെ ഇരുത്തിയിട്ടാണ് ഞാൻ പോകുന്നത്. ഇതാണ് കേട്ടോ സൊസൈറ്റി. അപ്പോൾ ഇനി തിരിച്ചു വന്നു. ഞാൻ വിളക്ക് വയ്ക്കാനുള്ള പരിപാടിയിലാണ്, ഈവനിങ് ആയി. അപ്പോൾ വിളക്കൊക്കെ വെച്ച് ഒന്ന് പ്രാർത്ഥിച്ച് ബാക്കി പരിപാടികളിലേക്ക് കടക്കാം. അപ്പോൾ അതാ അടുത്ത സെക്ഷൻ രാത്രിയിലേക്കുള്ള പരിപാടി. ഡിന്നർ റെഡിയാക്കുക, പിള്ളേരെ കഴിപ്പിക്കുക, ഇതൊക്കെയാണ് ഇനി അടുത്ത പരിപാടി.
നെക്സ്റ്റ് ഡേയിലേക്കുള്ള ദോശയ്ക്കുള്ള മാവ് അരച്ച് വെച്ചതാട്ടോ. അപ്പോൾ മാവ് അരച്ച് കഴിഞ്ഞിട്ടേ നമ്മൾ ഈ ജാറിൽ വെള്ളം എടുത്തിട്ട് മിക്സിയിൽ ഒന്നും കൂടെ മാവ് അരയ്ക്കുന്ന പോലെ അടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ജാറിൻ്റെ ഉള്ളൊക്കെ നല്ലപോലെ ക്ലീൻ ആവും കേട്ടോ. അങ്ങനെ ഒരു 2 തവണ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജാറ് ക്ലീൻ ചെയ്യാൻ ഈസി ആയിരിക്കും. കഴുകിയെടുക്കാൻ പെട്ടെന്ന് കഴുകിയെടുക്കാം. ഒട്ടി പിടിച്ചൊക്കെ ഇളകി പോന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഡിന്നർ റെഡിയാക്കുകയാണ്. അപ്പോൾ ഇന്ന് പൈനാപ്പിളാണ് ഡിന്നർ. പൈനാപ്പിൾ കഴിച്ചിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പോൾ വലിയ ആളെ ഞാൻ ഉറക്കാൻ കിടത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരുന്നിട്ടാണ് ഞാൻ പൈനാപ്പിൾ കഴിക്കുന്നത്. അപ്പോൾ ചെറിയ ആൾ വന്ന് പറയുകയാണ്, ഒച്ച ഉണ്ടാക്കരുത്, ഇവാൻ ഉറങ്ങുന്നുണ്ട് എന്ന്. അപ്പോൾ ലാസ്റ്റ് റൗണ്ട് പണിയിലാണ്, കിച്ചൺ ക്ലോസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലേ ഞാൻ ചെറിയാൾക്ക് ഹിത്തുവിന് ഞാൻ ഫുഡൊക്കെ കൊടുത്തു കേട്ടോ. അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയേ. അപ്പോൾ ഇതാ ഇന്നത്തെ കിച്ചണിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു. കിച്ചൺ ക്ലോസ് ചെയ്തു. ഞാൻ എൻ്റെ മുടിയൊക്കെ ഒന്ന് ചീവി മെടഞ്ഞിട്ടിട്ട് വേണം കിടക്കാൻ. അപ്പോൾ മോനെയും സെറ്റാക്കി അവിടെ കിടത്തിയിട്ടുണ്ട്. അപ്പം എന്നാൽ ഞങ്ങൾ പോവാണ്. ബായ്. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ.